ഹലോ ഗൈസ്, എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും ഞാൻ കാറുകളുടെ വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോറൂമിൽ എന്തെല്ലാം വാഹനങ്ങളുണ്ട്, ഓരോ ദിവസത്തെ അപ്ഡേറ്റ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ദിവസവും സെയിം വീഡിയോസ് ആണെങ്കിൽ പോലും അത് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു, എല്ലാ വീഡിയോയിലും കാറുകളുടെ ഇൻറ്റീരിയറും കൂടെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ചെയ്തു വരുമ്പോൾ അത് കുറച്ച് അധികം സമയം കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടിട്ട് ഞാൻ ഇന്നൊരു 3 വണ്ടികളുടെ സെലക്ട് ആക്കാം. ഒന്ന് ഫോർച്യൂണർ 2012 മോഡൽ, പിന്നെ ഒന്ന് ഹോണ്ട CR-V 2010 മോഡൽ, അതേപോലെ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം 2020 മോഡൽ. ഈ 3 വണ്ടികളുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കവറപ്പ് ചെയ്തിട്ട് ഇന്ന് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. വേറെ അധികം അങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഒറ്റയടിക്ക് എല്ലാ വണ്ടികളും കാണിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ഈ വണ്ടികളുടെ ഇൻറ്റീരിയറും കാണിക്കാം. ഓക്കെ ഗൈസ്, വീഡിയോയിലോട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2012 മോഡൽ ഫോർച്യൂണറിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 3 വണ്ടിയുണ്ട്, അതേപോലെ CR-V കാണിക്കും, ഈ എക്കോസ്പോർട്ട് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ബേസിക് ഐഡിയയിലാണ് എല്ലാം ചെയ്യുന്നത്. വണ്ടി അൺലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് കാണിക്കുക. ഇനി നിങ്ങളൊരു കമൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ബാക്കി സെറ്റപ്പ് ആക്കാം. ഇൻറ്റീരിയർ എല്ലാം കിട്ടി എന്ന് വിചാരിക്കുന്നു. എല്ലാം എല്ലാ മോഡലുകളും എല്ലാവർക്കും കാണാമല്ലോ. ആണ് സംഭവങ്ങളൊക്കെ വരുന്നത്. 4x2 ആണ്. ഗിയർ സിസ്റ്റം ഒക്കെ എല്ലാവരും കണ്ടല്ലോ. പിന്നെ 1.5 ലക്ഷം കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. അപ്പോൾ അതിന് ഫോർച്യൂണറിനെ സംബന്ധിച്ചിടത്തോളം ഈ 1.5 ലക്ഷം കിലോമീറ്റർ ഒന്നും അല്ല. അപ്പോൾ ജസ്റ്റ് വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ ഐഡിയയിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണതാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിരുന്നോളൂ. എല്ലാം കൊണ്ടും ഓക്കെയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. 2012 ഫോർത്ത് ഓണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം കേരള തന്നെയാണ്. അപ്പോൾ സെറ്റാണ് ഈ വണ്ടിയുടെ കേസ്. ഇപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി. 2012 നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നേക്കണത് 13.5 അപ്പോൾ ഇതാണ് താക്കോൽ വരിക. ഇങ്ങനത്തെ സെൻട്രൽ ലോക്ക് കീയും കൂടെ അടങ്ങി ഇങ്ങനത്തെ കീയാണ് തന്നെ ടൊയോട്ടയുടെ. അപ്പോൾ ഇനി CR-Vയിലേക്ക് കിടക്കാം. CR-V 2010 മോഡലാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് വന്ന വണ്ടിയാണെന്നുണ്ടെങ്കിലും സൺറൂഫ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഹാൻഡിയാണ്. പിന്നെ ടെസ്റ്റ് വന്നേക്കാണ്. അപ്പോൾ ടെസ്റ്റും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഓക്കെ, ഞാൻ ഒന്ന് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, CR-Vയിലേക്ക് വീണ്ടും വരാം. നേരെ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തോട്ട് കിടക്കാനാണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടിയാണ്. ആ സമയത്ത് ഇറങ്ങിയതിൽ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഇൻറ്റീരിയർ എല്ലാം സെറ്റാണ്. ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ആ ഒരു ക്രൈറ്റീരിയയിൽ എടുക്കണം. വലിയ അനക്കോ കാര്യങ്ങളൊന്നും തട്ടിയിട്ടില്ല. കാരണം 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പുതുക്കവും കാര്യങ്ങളുണ്ട്. ഗിയർ സിസ്റ്റം ഇതാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. AC സെറ്റൊക്കെ കാര്യങ്ങൾ കണ്ടോ, ക്ലൈമറ്റ് കൺട്രോൾ AC ആ ഒരു സെറ്റപ്പാണ്. പിന്നെ ചെറിയൊരു ടോണ്ട് പാർട്ട് ഉണ്ട് ആ ഒരു സെക്ഷനിൽ, അതൊക്കെ ക്ലിയർ ചെയ്യണം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി നമ്മുടെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം. അത് വരുന്നത് 2020 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും നോക്കാം. ആദ്യം ഔട്ടർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയറിലോട്ടൊന്ന് പോവാം. അത്യാവശ്യം എത്ര കണ്ടീഷനാണ് വണ്ടി എന്നുള്ളത് അറിയാനായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ താക്കോല് വരുന്നത് സെറ്റായിട്ട്.
മിററിൻ്റെ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കിലോമീറ്റർ 64,000 ഞാൻ പറയുന്നത്, 63,567 ആയിട്ടുള്ളൂ. പിന്നെ കൺസോൾസ്, ഡിസ്പ്ലേ കൺസോൾ, അതുപോലെ ഒരു ഗിയർ സിസ്റ്റം, AC വെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. USB പോർട്ട് കാര്യങ്ങളുണ്ട്. ഇതാണ് എക്കോ സ്പോർട്ടിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ലെവൽ. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 3 വണ്ടികളിൽ നിന്ന് പരിചയപ്പെടുത്താമെന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇനി അടുത്ത ദിവസം ഞാൻ ഒന്നും കൂടി ഡിറൈവ്ഡായിട്ട് പറയാം. പിന്നെ നമ്മുടെ അടുത്ത് മേബാക്ക് ഉണ്ട്, 2008 മോഡൽ പെട്രോള്. അത് ഫേസ് ലിഫ്റ്റൊക്കെ ചെയ്താണ്. പ്രൈസിങ് വരുന്നത് 15,500 അപ്പോൾ അതൊക്കെ കണ്ട് ആവശ്യമുള്ളവർ നമ്മളൊന്ന് വിളിക്കുക, കാര്യങ്ങളൊക്കെ എന്താ പറയുക സംസാരിക്കാം. അപ്പോൾ എല്ലാ വണ്ടികളും ഞാൻ എല്ലാ ദിവസത്തെയും പോലെ ഇപ്പം 3 വണ്ടിയുടെ കാണിച്ചു. ഇനി ബാക്കിയുള്ള വണ്ടികളുടെ ഞാൻ ഡീറ്റെയിൽ പറയാതെ തന്നെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പോവാം. ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, അതേപോലെ സെലേറിയോ, ഹോണ്ട അമേസ്, സ്വിഫ്റ്റ് ഡിസയർ 2018 42,000 കിലോമീറ്റർ ഇൻക്ലൂഡിങ് CNG. അമേസ് ഉണ്ട്, വാഗണർ ഉണ്ട്. പിന്നെ ഞാൻ ഈ താഴെയുള്ള പോർഷനൊന്ന് കാണിക്കുന്നുള്ളൂ, അതിൽ വേറെ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടില്ല. അപ്പോൾ ഇത്ര ആയിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ.